ഞാനിപ്പോൾ ഹൗസ് വാമിംഗ് ആണ്. ഞാനല്ല കേട്ടോ ഹൗസ് വാമിങ്, ഞാനല്ല വരെ കൂടുതൽ. ഞാനാണ് നിങ്ങളുടെ സ്വന്തം യൂട്യൂബർ ഞാനായിട്ടില്ല. അതിനെന്താ യൂട്യൂബർ ആയിട്ടില്ല. അത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കിട്ടിയിട്ടില്ല. പോയിട്ട് വരാം കേട്ടോ. ഞാനൊരു ബംഗാളി ആയിരുന്നെങ്കിൽ അറിയാലോ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. ബംഗാളിയോ ഹിന്ദിക്കാരനായിട്ടാവണം. ഈ ജന്മത്തിൽ അതിന് കിട്ടിയില്ല. ബംഗാളികൾക്ക് അവർക്കൊക്കെ ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവും. പ്ലേ ബട്ടനും കിട്ടിയിട്ടുണ്ടാവും. എപ്പോഴോ ഇഷ്ടംപോലെ ലൈക്സും ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സും. പക്ഷെ എന്നെ പോലെ ഒരു മലയാളി എനിക്കൊരു ഇതൊന്നുമില്ല. ഞാനൊരു മലയാളി ചെറിയ ഇതിലൊക്കെ ഉണ്ട്. യൂട്യൂബ് ചാനലിൻ്റെ മാനേജർ. വേറെ ഒന്നുമില്ല. ബംഗാളികൾക്ക് ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടാവുമല്ലോ. ഇന്ത്യയല്ലേ, ഇന്ത്യയിൽ ഇഷ്ടംപോലെ ആൾക്കാർ. ഇന്ത്യൻ്റെ മാതൃഭാഷ ഹിന്ദിയല്ലേ. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ബംഗാളീസും ഹിന്ദിക്കാരും ഉണ്ടാവും. ഹിന്ദിയും എന്തായാലും കുഴപ്പമില്ല. ഹിന്ദിക്കാരും ബംഗാളി ഒരു ബംഗാളികൾ ഇഷ്ടംപോലെ സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൊടുക്കും. മലയാളീസിന് ആര് സബ്സ്ക്രൈബ് ചെയ്യാനാണ്. പക്ഷെ കുറേ ആൾക്കാരുണ്ട് അല്ലാണ്ട് മലയാളികളുടെ പേര് ഞാൻ പറയുന്നില്ല. പേര് പറഞ്ഞാൽ എനിക്കറിയാത്ത വേറെ ചില യൂട്യൂബേഴ്സ് വേറെ ഉണ്ടാവും. അപ്പോൾ അവിടെ പേര് പറഞ്ഞില്ലെങ്കിൽ അവർക്ക് വിഷമമില്ല. എന്നാലും ജസ്റ്റ് ഒന്ന് അടുത്ത വീഡിയോ എങ്ങനെ ഇടുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അല്ലെങ്കിലും എന്നെപ്പോലൊരു കുട്ടിക്ക് ആരും സബ്സ്ക്രൈബ് ചെയ്യാനാണ് ദേഷ്യവും സങ്കടവും ടെൻഷനും എല്ലാം ഉണ്ടല്ലോ. എന്നെപ്പോലെ ഒരുത്തന്നെ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ. എൻ്റെ യൂട്യൂബ് അല്ലാഹു അക്ബർ. തവക്കൽത്തു അലല്ലാഹ്. പടച്ചോനറിയാം. അല്ലെങ്കിലും മുസ്ലിംസ് കുറവാണല്ലോ. എന്നെപ്പോലൊരു മലയാളി ചെറിയ കുട്ടിക്കൊക്കെ ആര് സബ്സ്ക്രൈബ് ചെയ്യാനാണ്. പക്ഷെ അല്ലാതെ കുറേ ആൾക്കാരുണ്ട്. ഒരു ബംഗാളി യൂട്യൂബറാണ് അയാൾ. ഒരു ബംഗാളിയാണ്. അയാളുടെ പേര് എനിക്ക് ഓർമ്മയില്ല, അയാളുടെ യൂട്യൂബ് ചാനലിൻ്റെ പേര്. പിന്നെ എനിക്കറിയാവുന്ന യൂട്യൂബേഴ്സിൻ്റെ, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത യൂട്യൂബേഴ്സിൻ്റെ എനിക്കറിയാവുന്ന മലയാളികളുടെ അഭിമാനമായ ചില യൂട്യൂബേഴ്സുണ്ട്. അവരുടെ പേരൊക്കെ പറയണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്താ കമൻറ്റ് ചെയ്യണ്ടല്ലോ, ഫയർ ഇട്ടിട്ട് മെസ്സേജിൻ്റെ ചിഹ്നിടുക. എന്നിട്ട് ഫയറിൻ്റെ ഇമോജി ഇല്ലേ അത് ഇടുക. പിന്നെ ഒരു ഇത് എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ഒരു മെസ്സേജിൻ്റെ മറ്റേ ഫയറിൻ്റെ ഇമോജിയും പിന്നെ മെസ്സേജിൻ്റെ ഇമോജിയും പിന്നെ നിങ്ങൾ യെസ് ഇടുക. ഫയറും യെസ്സും മറക്കരുത്. ഫയറും മെസ്സേജിൻ്റെ ചിഹ്നവും യെസ്സും മറക്കരുത്. പിന്നെ കമൻറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ചെയ്യണേ. ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ഇടുക.
കേട്ടോ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. പക്ഷെ ലൈക്കിൻ്റെ കാര്യത്തില്ല, ലൈക്ക് അത്ര തരുന്നില്ല. 40K ലൈക്ക് തന്നാൽ ഞാനത് പറയുന്നതായിരിക്കും. മാത്രമല്ല 100-ലും കൂടുതൽ കമൻറ്റും ഉണ്ടെങ്കിൽ ഞാൻ 100 വേണ്ട, ഒരു 20-ലും കൂടുതൽ കമൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പാണ് ആ വീഡിയോ ഇടും. അപ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത് വെച്ചാൽ അടുത്ത വീഡിയോയിൽ എന്താ വരാൻ പോകുന്നതെന്ന് അറിയോ? അടുത്ത വീഡിയോ വേറെ ഒന്നിനെ പറ്റിയായിരിക്കില്ല, അതിനെ പറ്റിയായിരിക്കും. പക്ഷെ അതിനൊരു ഡീലുണ്ട്. വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നോ, ഒരു സബ്സ്ക്രൈബ് ഒന്ന് ചെയ്തോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കമൻറ്റ് ഇടുന്നവർക്ക് പഠിച്ചാൻ ദീർഘായുസ് കൊടുക്കും, എല്ലാം കൊടുക്കും, ആഫിയത്ത് കൊടുക്കും, ആരോഗ്യം കൊടുക്കും, എല്ലാം കൊടുക്കും ഞാൻ തുടങ്ങി. അപ്പോൾ കുട്ടികളുടെ ദുആ അറിയാലോ, പഠിച്ചാൻ പെട്ടെന്ന് സ്വീകരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.